ഹായ്, എക്സാമിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൈക്രോ എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് കണ്ടത്. ഈ വീഡിയോയിൽ നമുക്ക് മാക്രോ എക്കണോമിക്സിൻ്റെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് നോക്കാം, ചാപ്റ്റർ വൈസ് ആയിട്ട്. മാക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്. ഇതിൽ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, ദെൻ കെയ്നീഷ്യൻ റെവല്യൂഷൻ. ഈ ചാപ്റ്ററിലാണ് നമ്മൾ ജോൺ മെനാർഡ് കെയ്ൻസ് എന്ന എക്കണോമിസ്റ്റിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരും അത് പബ്ലിഷ് ചെയ്ത വർഷവും നിർബന്ധമായും നിങ്ങൾ പഠിച്ചു വെക്കണം. അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വൺ വേർഡിനെ ചോദിക്കാറുള്ളൂ. അത് നോക്കുക, അതാണ് ബുക്ക് ഇയർന്ന് എഴുതിയിരിക്കുന്നത്. ദെൻ ഗ്രേറ്റ് ഡിപ്രഷൻ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ഗ്രേറ്റ് ഡിപ്രഷൻ ഈ ചാപ്റ്ററിലെ. ദെൻ സെക്ടേഴ്സ് ഓഫ് എക്കോണമി, ക്ലോസ്ഡ് എക്കോണമി ആൻഡ് ഓപ്പൺ എക്കോണമി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്നൊരു 3 മാർക്കിനുള്ള ചോദ്യമൊക്കെ ചോദിക്കാറുള്ളൂ. ചോദിക്കാറുള്ളത് ഒന്ന് നമ്മുടെ കെയ്ൻസിന്റെ ബുക്കും അത് പബ്ലിഷ് ചെയ്ത വർഷമാണ്. ദെൻ ചോദിക്കാറുള്ളത് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ക്ലോസ്ഡ് എക്കോണമി, ഓപ്പൺ എക്കോണമി, സെക്ടേഴ്സ് ഓഫ് എക്കോണമി ഒക്കെ വൺ വേർഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. നെക്സ്റ്റ് ചാപ്റ്റർ ഇതാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ പോലെ തന്നെ മാക്രോ എക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഇതിൽ നിന്ന് ഒരുപാട് ടോപ്പിക്സ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സിൻ്റെ കുറേ ടേംസ്, അതിൻ്റെ ചെറിയ ചെറിയ ഡെഫിനേഷൻസ് അതിൽ വരുന്നുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം, എന്നാലേ അതിൽ വരുന്ന പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുള്ളൂ. ദെൻ വരുന്നത് സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ്. നമ്മൾ മൈക്രോ എക്കണോമിക്സിൻ്റെയും മാക്രോ എക്കണോമിക്സിൻ്റെയും ഡിഫറൻസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണെന്ന് പറഞ്ഞില്ലേ. കുറേ ടേംസ് വന്നിട്ട് മൈക്രോ ഏതാണ് മാക്രോ ഏതാണെന്ന് ക്ലാസിഫൈ ചെയ്യാൻ തരുന്നത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ കളക്ട് ചെയ്ത് പഠിച്ചു വെക്കണം. ദെൻ വരുന്നത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. അതിൻ്റെ ഫ്ലോ ചാർട്ട് നിങ്ങൾ പഠിക്കണം, അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കുക. റിയൽ ഫ്ലോ, മണി ഫ്ലോ എന്ന് പറഞ്ഞ 2 ടൈമും കൂടി ഉണ്ട് അതിൽ. അത് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദെൻ വരുന്നത് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. മറ്റൊരു എക്സ്പെക്റ്റഡ് എസ്സേ ക്വസ്റ്റ്യൻ ആണ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. 5 മാർക്കിനോ 8 മാർക്കിനോ ആയിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് വേസ് ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം. 3 മെത്തേഡാണെന്ന് നമുക്കറിയാം, അപ്പോൾ അത് നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കുക. ദെൻ വരുന്നത് ബഡ്ജറ്റ് ആൻഡ് ട്രേഡ് ഡെഫിസിറ്റ്. അതങ്ങനെ ചോദിക്കാറുള്ളതല്ല. പിന്നെ വരുന്നത് മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസ്. അതിൽ കുറേ ഇക്വേഷൻസ് ആണ് വരുന്നത്. നമുക്ക് GNP ആയിട്ട് ഫാക്ടർ കോസ്റ്റ്, GNP ആയിട്ട് മാർക്കറ്റ് പ്രൈസ്, അങ്ങനെ കുറേ ടേംസ് അതിൻ്റെ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അതിൻ്റെ പ്രോബ്ലംസ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് GDP ഡിഫ്ലേറ്റർ ആണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, GDP ഡിഫ്ലേറ്റർ. ദെൻ GDP ആൻഡ് വെൽഫെയർ. GDPയുടെ വളർച്ചയും ഒരു രാജ്യത്തിൻ്റെ ക്ഷേമവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അത് ഇതിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അതും ഇടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ വിട്ടുകളയാതെ പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ്, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം, പിന്നെ ഇക്വേഷൻസ് നോക്കണം, പ്രോബ്ലം ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ദെൻ GDP ഡിഫ്ലേറ്റർ, GDP ആൻഡ് വെൽഫെയർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മണി ആൻഡ് ബാങ്കിങ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ എന്ന് നോക്കാം. ഡിഫിക്കൽട്ടീസ് ഓഫ് ബാർട്ടർ സിസ്റ്റം. നമുക്കറിയാം, മണി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ബാർട്ടർ സിസ്റ്റമാണ് നിലനിന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ് ഇൻട്രൊഡക്ഷനിൽ ആ ചാപ്റ്ററിൽ പറയുന്നത്. ദെൻ ഫങ്ഷൻസ് ഓഫ് മണി, മണിയുടെ ഫങ്ഷൻസ്, ധർമ്മങ്ങൾ എന്തൊക്കെയാണ്. ദെൻ മോട്ടീവ്സ് ഓഫ് മണി, ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്കോഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ദെൻ ലിക്വിഡിറ്റി ട്രാപ്പ് എന്നൊരു ടേം പഠിക്കുന്നുണ്ട്. നാരോ മണി ആൻഡ് ബ്രോഡ് മണി, M1, M2, M3, M4. ദെൻ ഫിയറ്റ് മണി, ഇൻട്രൻസിക് വാല്യൂ, ലീഗൽ ടെൻഡർ എന്നുള്ള ടേമുകൾ പഠിക്കുന്നുണ്ട്. CDR, RDR, CRR, SLR, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ദെൻ ഹൈ പവേർഡ് മണി, ഫങ്ഷൻസ് ആൻഡ് മോണിറ്ററി പോളിസീസ് ഓഫ് സെൻട്രൽ ബാങ്ക്. RBIയുടെ ഫങ്ഷൻസും മോണിറ്ററി പോളിസീസും എന്തൊക്കെയാണ്. ദെൻ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് മണി പഠിക്കണം. ദെൻ ഈ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിക്കാറുണ്ട്. ഈ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോദിച്ചു കണ്ടു. ഇതിൽ ഏതെങ്കിലും 2 ഒരെണ്ണോ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്കോഷണറി മോട്ടീവ് ആൻഡ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇസ് ലിക്വിഡിറ്റി ട്രാപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. ദെൻ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നാരോ മണിയും ബ്രോഡ് മണിയും. ഈ M1, M2, M3 ആൻഡ് M4ൻ്റെ ഇക്വേഷൻസ് ഉണ്ട്. അത് നിർബന്ധമായി നിങ്ങൾ പഠിച്ചു വയ്ക്കുക. 1 വേർഡിലോ അല്ലെങ്കിൽ 2 മാർക്കിനോ 4 മാർക്കിനോ ആയിട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവറാണ്. ദെൻ ഫിയറ്റ് മണി, ഇൻട്രൻസിക് വാല്യൂ, ലീഗൽ ടെൻഡർ എന്നുള്ളത് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല.
CRR, SLR ഇതൊക്കെ ചിലപ്പോൾ വൺ വേർഡിൽ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണെന്നത് അറിഞ്ഞു വയ്ക്കണം. വൺ വേർഡൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാമെന്നുണ്ടെങ്കിൽ. ദെൻ ഹൈപ്പർ വേർഡ് മണി ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഫങ്ഷൻസ് ആൻഡ് മോണിറ്ററി പോളിസീസ് ഓഫ് സെൻട്രൽ ബാങ്ക്. ഇതിൽ കൂടുതലും ചോദിക്കാറുള്ളത് മോണിറ്ററി പോളിസീസ് ഓഫ് സെൻട്രൽ ബാങ്ക് ആണ്. സെൻട്രൽ ബാങ്കിൻ്റെ മോണിറ്ററി പോളിസീസ് എന്തൊക്കെയാണെന്നാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത്. അതുപോലെ ഫങ്ഷൻസ് ഓഫ് കമേഴ്സ്യൽ ബാങ്ക്സ്, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മാക്രോ എക്കണോമിക്സിലെ. സോ ഇതിൽ കുറേ ടോപ്പിക്സ് നിങ്ങൾ പഠിക്കാനുണ്ട്. ഇതിന് എന്തായാലും ക്വസ്റ്റ്യൻസ് നമുക്ക് ഷുവറായിട്ട് കിട്ടും. നെക്സ്റ്റ് ചാപ്റ്റർ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്. നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഈ ചാപ്റ്ററിലുള്ളതെന്ന് നോക്കാം. എക്സ് ആൻഡ് എക്സ്പോസ്റ്റ് എന്ന് പറയുന്ന രണ്ട് ടേമുകൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ വരുന്നുണ്ട്. ദെൻ വരുന്നത് MPC ആൻഡ് MPS, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആൻഡ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഈ രണ്ട് ടേംസും വൺ വേർഡ് ആയിട്ടും ചോദിക്കാറുണ്ട്, അതുപോലെ പ്രോബ്ലം ആയിട്ടും ചിലപ്പോൾ 2 മാർക്കിനൊക്കെ വരാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വരുന്നത് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, നോക്കേണ്ടത് പോയിന്റ് ആണ്. എക്സ് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ. ദെൻ ഇഫക്റ്റ് ഓഫ് ഓട്ടോണമസ് ചേഞ്ച് ഓൺ എക്വിലിബ്രിയം ഡിമാൻഡ് ഇൻ ദ പ്രൊഡക്റ്റ് മാർക്കറ്റ്. ഇതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടാണ് മിക്കപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ദെൻ ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ. മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷനൊക്കെ എന്തായാലും പഠിച്ചു വെക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൾട്ടിപ്ലയേഴ്സ് ഉണ്ട്, അതൊക്കെ പഠിച്ചു വെക്കണം. ദെൻ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് MPC ആൻഡ് MPS നോക്കണം. ദെൻ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, ഇഫക്റ്റ് ഓഫ് ഓട്ടോണമസ് ചേഞ്ച് ഓൺ എക്വിലിബ്രിയം ഡിമാൻഡ് ഇൻ ദ പ്രൊഡക്റ്റ് മാർക്കറ്റ് ആൻഡ് ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത ചാപ്റ്ററാണ് ദ ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് ദ എക്കോണമി. ഈ ചാപ്റ്ററിലെ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ്, കോമ്പണൻസ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്, ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്, ഫിസ്ക്കൽ പോളിസി, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ, ടാക്സ് മൾട്ടിപ്ലയർ, ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ, ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മൾട്ടിപ്ലയർ, ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ, ദെൻ ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി. നോക്കൂ, ഇതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട ടോപ്പിക്കുകൾ പറഞ്ഞുതരാം. ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 4 മാർക്കിനും ചോദിക്കാറുണ്ട്. പിന്നെ എസ്സേയുടെ കൂടെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്നുള്ള എക്സ്പെക്റ്റഡ് എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് കോമ്പണൻസ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്. അതിൽ ഫ്ലോ ചാർട്ടും ഉണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷനും ഉണ്ട്. റവന്യൂ, ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ, എക്സ്പെൻഡിച്ചർ, ആ വക കാര്യങ്ങളാണ് ആ ഒരു ഹെഡിങ്ങിൽ വരുന്നത്. പിന്നെ വരുന്നത് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, പ്രൈമറി ഡെഫിസിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ഫിസ്ക്കൽ പോളിസി, ഗവൺമെൻറ്, പിന്നെ കുറച്ച് മൾട്ടിപ്ലയറുകളാണ് വരുന്നത് കേട്ടോ. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ, ടാക്സ് മൾട്ടിപ്ലയർ, ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ, ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മൾട്ടിപ്ലയർ. ഇതിൽ ടാക്സ് മൾട്ടിപ്ലയർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വരുന്ന 2 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ ആൻഡ് ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി. ഇതും ഇടയ്ക്ക് ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കണം. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ്, കോമ്പണൻസ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്, ഫ്ലോ ചാർട്ടും അതിൻ്റെ എക്സ്പ്ലനേഷനും, ദെൻ ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്, ടാക്സ് മൾട്ടിപ്ലയർ, ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ, ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും ടോപ്പിക്കുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ഇനി നമുക്ക് മാക്രോ എക്കണോമിക്സിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. ഓപ്പൺ എക്കോണമി, മാക്രോ എക്കണോമിക്സ്. ഇതിൽ പഠിക്കുന്നത് ലിങ്കേജസ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്, ബാലൻസ് ഓഫ് ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, BOP അക്കൗണ്ടിങ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ടിങ്, ഓട്ടോണമസ് ആൻഡ് അക്കോമഡേറ്റിംഗ് ട്രാൻസാക്ഷൻസ്, എക്സ്ചേഞ്ച് റേറ്റ്, റിയൽ ആൻഡ് നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ്, PPP എന്ന് പറയുന്നത് പർച്ചേസിംഗ് പവർ പാരിറ്റിയാണ്. ദെൻ ഡീവാലുവേഷൻ ആൻഡ് റീവാലുവേഷൻ, ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്, അത് ഫ്ലെക്സിബിൾ, ഫിക്സഡ് ആൻഡ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദെൻ നാഷണൽ ഇൻകം ഐഡൻറ്റിറ്റീസ് ഫോർ ആൻ എക്കോണമി, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് മൾട്ടിപ്ലയർ. ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഒന്ന് ബാലൻസ് ഓഫ് ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ദെൻ എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്ന് പഠിക്കുക. അതിൽ തന്നെ റിയൽ എക്സ്ചേഞ്ച് റേറ്റും ഉണ്ട്, നോമിനൽ എക്സ്ചേഞ്ച് റേറ്റും ഉണ്ട്, ഇത് രണ്ടും പഠിക്കണം. ദെൻ നിങ്ങൾ പഠിക്കേണ്ടത് ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്, അതായത് എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അതിനുള്ള ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഏതൊക്കെയാണ്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആൻഡ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റിയൽ എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ്. ദെൻ പഠിക്കേണ്ടത് ഇമ്പോർട്ട് മൾട്ടിപ്ലയർ ആൻഡ് എക്സ്പോർട്ട് മൾട്ടിപ്ലയർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഇപ്പോൾ 2 വീഡിയോയിലായിട്ട് നമ്മൾ മൈക്രോ എക്കണോമിക്സിൻ്റെയും മാക്രോ എക്കണോമിക്സിൻ്റെയും എല്ലാ ചാപ്റ്ററും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിൽ തീരെ വിട്ട് കളയാതെ മസ്റ്റായിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മൈക്രോ എക്കണോമിക്സിൽ
രണ്ടാമത്തെ ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്റർ, 4, 5 ഈ 4 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മൊത്തം 12 ചാപ്റ്ററാണ് മൈക്രോയിലും മാക്രോയിലായിട്ടുള്ളത്. മൈക്രോയിലത്തെ ചാപ്റ്റർ 2, 3, 4, 5 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മാക്രോ എക്കണോമിക്സിൽ 8, 9, 11 ഈ 3 ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീരെ വിട്ട് കളയാതെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ടീച്ചർ ഓരോ ചാപ്റ്ററിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓരോ ചാപ്റ്ററിൻ്റെയും വീഡിയോസ് ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഒരു ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ക്ലാസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.